പ്രായം കൂടുന്തോറും നമ്മുടെ മനസ്സിലുയരുന്ന ഏറ്റവും വലിയ ആശങ്കയാണ് റിട്ടയർമെന്റിന് ശേഷമുള്ള സാമ്പത്തിക സുരക്ഷ. ജോലിയിൽ നിന്ന് വിരമിച്ചാലും അഭിമാനത്തോടെ ആരുടെയും സഹായമില്ലാതെ ആർക്കു മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ മാസം തോറും ഒരു നിശ്ചിത വരുമാനം നമുക്ക് അനിവാര്യമാണ്. അവിടെയാണ് LICയുടെ പുതിയ സ്മാർട്ട് പെൻഷൻ പ്ലാൻ 2026 പ്രസക്തമാകുന്നത്. മാസം 20,000 രൂപ വരെ ഗ്യാരണ്ടീഡ് പെൻഷൻ ഉറപ്പാക്കുന്ന ഈ പദ്ധതി ആർക്കൊക്കെ ഗുണകരമാകും, എത്ര രൂപ നിക്ഷേപിക്കണം, ഇതിന്റെ മറ്റാനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം വളരെ ലളിതമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണേ. എന്താണ് ഈ പ്ലാൻ എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ റിട്ടയർമെന്റ് കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു അൺയൂട്ടി പ്ലാൻ ആണിത്. ഇതിൽ പ്രധാനമായും രണ്ട് രീതിയിലുള്ള ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, ഇമ്മീഡിയറ്റ് അന്യൂറ്റി, അതായത് നിങ്ങളൊരു വലിയ തുക ഒറ്റത്തവണയായി നിക്ഷേപിച്ചാൽ അടുത്ത മാസം മുതൽ തന്നെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. രണ്ടാമത്തേത് ഡിഫേർഡ് അന്യൂറ്റി. ഇതിൽ നിങ്ങൾ നിക്ഷേപം നടത്തി നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം, ഉദാഹരണത്തിന് ഒരു 5 അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം പെൻഷൻ വാങ്ങിത്തുടങ്ങാം. ഈ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ നിശ്ചയിക്കപ്പെടുന്ന പെൻഷൻ തുക നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മാറ്റമില്ലാതെ ലഭിക്കും എന്നതാണ്. മാർക്കറ്റിലെ പലിശ നിരക്കുകൾ ഭാവിയിൽ കുറഞ്ഞാലും നിങ്ങളുടെ പെൻഷനെ അത് ഒരിക്കലും ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു വരുമാന മാർഗമായി തന്നെ ഇതിനെ കാണാം. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആർക്കൊക്കെ ഈ പ്ലാനിൽ ചേരാം എന്നതാണ്. LIC സ്മാർട്ട് പെൻഷൻ പ്ലാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പ്രായപരിധിയിലുള്ള ഇളവുകളാണ്. സാധാരണയായി 30 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഈ പ്ലാനിൽ നിക്ഷേപം തുടങ്ങാവുന്നതാണ്. പരമാവധി 85 വയസ്സ് വരെയാണ് ഇതിന്റെ എൻട്രി ഏജ് ആയി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് യുവതലമുറയ്ക്ക് തങ്ങളുടെ ഭാവി മുൻകൂട്ടി പ്ലാൻ ചെയ്യാനും അതുപോലെ ഇപ്പോൾ വിരമിച്ചവർക്ക് തങ്ങളുടെ കയ്യിലുള്ള തുക സുരക്ഷിതമായി നിക്ഷേപിച്ച് പെൻഷൻ ഉറപ്പാക്കാനും ഈ പ്ലാൻ സഹായിക്കും. ഇതിൽ മറ്റൊരു പ്രധാന കാര്യം, ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പങ്കാളിയുമായി ചേർന്നോ എടുക്കാമെന്നതാണ്. ജോയിന്റ് ലൈഫ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പോളിസി ഉടമയുടെ കാലശേഷം പങ്കാളിക്കും അതേ പെൻഷൻ തുക തന്നെ തുടർന്ന് ലഭിക്കും. കൂടാതെ പ്രവാസികൾക്കും നിബന്ധനകൾക്ക് വിധേയമായി ഈ പ്ലാനിൽ ചേരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ മുഴുവൻ സുരക്ഷയും കണക്കിലെടുത്ത് പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എലിജിബിലിറ്റി മാനദണ്ഡങ്ങൾ വലിയൊരു അനുഗ്രഹമാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ചോദ്യത്തിലേക്ക് വരാം. മാസം 20,000 രൂപ പെൻഷൻ ഉറപ്പാക്കാൻ നമ്മൾ എത്ര രൂപ നിക്ഷേപിക്കണം? LICയുടെ അന്യൂറ്റി നിരക്കുകൾ പ്രകാരം ഏകദേശം 6 മുതൽ 7% വരെയാണ് നിലവിൽ ലഭിക്കുന്ന വാർഷിക റിട്ടേൺ. ഇതനുസരിച്ച് കണക്കാക്കിയാൽ നിങ്ങൾക്ക് മാസം 20,000 രൂപ, അതായത് വർഷത്തിൽ 2.40 ലക്ഷം രൂപ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഏകദേശം 35 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ ലംസമായി നിക്ഷേപിക്കേണ്ടി വരും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ, അതായത് നിങ്ങളുടെ കാലശേഷം നിക്ഷേപിച്ച തുക നോമിനിക്ക് തിരികെ ലഭിക്കണോ വേണ്ടയോ എന്നതിനെ ആശ്രയിച്ച് ഈ തുകയിൽ ചെറിയ മാറ്റങ്ങൾ വരാം. കുറഞ്ഞ പ്രായത്തിൽ നിക്ഷേപം തുടങ്ങുന്നവർക്ക് കുറഞ്ഞ തുക കൊണ്ട് തന്നെ വലിയ പെൻഷൻ പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഗുണം. മാത്രമല്ല, ഈ പെൻഷൻ തുക നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം LIC നൽകുന്നുണ്ട്. നിങ്ങൾക്ക് മാസാമാസം തുക വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ അതുമല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ ഈ തുക നിങ്ങൾക്ക് കൈപ്പറ്റാം. ഉദാഹരണത്തിന് 35 ലക്ഷം രൂപ നിക്ഷേപിച്ച് വാർഷിക മോഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ വർഷാവസാനം ഏകദേശം 2.45 ലക്ഷം രൂപയോളം ഒറ്റ തവണയായി നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഇതിൽ ഏത് വേണമെന്ന് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക എത്രത്തോളം വലുതാണോ അത്രത്തോളം ഉയർന്ന പെൻഷൻ തുക ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് മറ്റ് നിക്ഷേപങ്ങളേക്കാൾ LICയുടെ ഈ പെൻഷൻ പ്ലാൻ മികച്ചതാകുന്നത്? ഇതിന്റെ പ്രധാന ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ. ഒന്നാമത്തേത് ലൈഫ് ലോങ് ഗ്യാരണ്ടി തന്നെയാണ്.
ഒരിക്കൽ നിങ്ങൾ ഈ പ്ലാനിൽ ചേർന്നാൽ അന്നത്തെ പലിശ നിരക്കുകൾ അനുസരിച്ച് നിശ്ചയിക്കുന്ന പെൻഷൻ തുക നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു മാറ്റവുമില്ലാതെ ലഭിക്കും. ഭാവിയിൽ ബാങ്ക് പലിശ നിരക്കുകൾ എത്ര കുറഞ്ഞാലും നിങ്ങളുടെ പെൻഷൻ തുക കുറയില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. രണ്ടാമതായി, മരണാനന്തര ആനുകൂല്യം. നിങ്ങൾക്ക് റിട്ടേൺ ഓഫ് പർച്ചേസ് പ്രൈസ് എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോളിസി ഉടമയുടെ കാലശേഷം അദ്ദേഹം നിക്ഷേപിച്ച മുഴുവൻ തുകയും ഒരു രൂപ പോലും കുറയാതെ നോമിനിക്ക് തിരികെ ലഭിക്കും. അതായത് നിങ്ങളുടെ നിക്ഷേപം അവിടെ സുരക്ഷിതമായിരിക്കും. മൂന്നാമത്തെ ഗുണം ഇതിലെ ലോൺ സൗകര്യമാണ്. പോളിസി എടുത്ത് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഈ പോളിസി പണയപ്പെടുത്തി നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സാധിക്കും. ഇത് മറ്റു പല പെൻഷൻ പ്ലാനുകളിലും ലഭിക്കാത്ത ഒരു മെച്ചമാണ്. നാലാമതായി, ടാക്സ് ബെനിഫിറ്റ്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവ് ലഭിക്കാൻ അർഹതയുണ്ട്. ചുരുക്കത്തിൽ, സുരക്ഷിതമായ നിക്ഷേപം, ഗ്യാരണ്ടീഡ് വരുമാനം, ഒപ്പം കുടുംബത്തിനുള്ള സാമ്പത്തിക സുരക്ഷ എന്നിവയാണ് ഈ പ്ലാനിന്റെ കാതൽ. ഈ പ്ലാനിൽ ചേരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി, ഇതിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ തുക നിങ്ങളുടെ നിലവിലുള്ള ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതിക്ക് വിധേയമായിരിക്കും. രണ്ടാമതായി, ഒരിക്കൽ ഈ പ്ലാൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ തുകയിലോ ഓപ്ഷനിലോ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. കൂടാതെ പോളിസി ഇടയ്ക്ക് വെച്ച് സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില നിബന്ധനകൾക്കും ചാർജുകൾക്കും വിധേയമായി മാത്രമേ അത് സാധ്യമാകൂ. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രം അനുയോജ്യമായ അൺയൂറ്റി ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ, റിട്ടയർമെന്റ് കാലത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർക്കും റിസ്ക് ഇല്ലാത്ത ഒരു സുരക്ഷിത വരുമാനം ലക്ഷ്യമിടുന്നവർക്കും LICയുടെ ഈ സ്മാർട്ട് പെൻഷൻ പ്ലാൻ മികച്ചൊരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ ഇന്ന് തന്നെ ഒരു കൃത്യമായ പ്ലാനിംഗ് നിങ്ങൾ തുടങ്ങുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.